നമ്മുടെ ശ്രീനിവാസൻ ഇനിയില്ല. ശ്രീനിവാസൻ ഇല്ലാതാകുമ്പോൾ സാധാരണക്കാരായ മലയാളികളെ വളരെ ഗൗരവത്തോടും സൂക്ഷ്മതയോടും നർമ്മം കലർത്തി മലയാള ചലച്ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു രചയിതാവ് ഇല്ലാതാവുന്നു. ശ്രീനിവാസൻ ഇല്ലാതാവുമ്പോൾ അദ്ദേഹം എഴുതാതെ വെച്ച 50ഓളം തിരക്കഥകൾ, അദ്ദേഹം പറയുന്നു, 50ഓളം തിരക്കഥകൾ അനാഥമാകുന്നു. ആ തിരക്കഥകൾ എഴുതാതെ പോയതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായ സാമൂഹിക അംശങ്ങൾ അതിൽ കുറവായിരുന്നു എന്നതുകൊണ്ട് അതെനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നാണ്. ആ വാചകം അങ്ങനെയില്ല, പക്ഷെ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. എന്നുവെച്ചാൽ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവർത്തന രംഗം വളരെ വിശാലമായ ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നും നമുക്ക് വലിയ ഉറപ്പില്ല ചലച്ചിത്ര രംഗം കച്ചവടമാണോ കലയാണോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഉറപ്പില്ല. കച്ചവടം വ്യവസായമാണോ കലയാണോ എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പില്ല. പക്ഷെ ആ ഒരു സന്നിഗ്ധതയ്ക്ക് ഇടയിലും നമ്മുടെ ജീവിതത്തിന്റെ, മലയാളിയുടെ ജീവിതത്തിന്റെ സാധാരണതകൾ, ചെറിയ മനുഷ്യർ എന്ന് പറയുന്നത് അനിവാര്യമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ എന്നാണ് അർത്ഥം. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് പല ഇല്ലായ്മകളെയും ഉണ്ടാകും. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് കടം കൂടും, നിങ്ങളുടെ പ്രണയങ്ങൾ നിരർത്ഥകമായി പോകും, നിങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പണമില്ലായ്മയ്ക്ക് ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ സാധാരണ മനുഷ്യരുടെ പ്രണയം, അപകർഷതാബോധം, എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവ്, ചിലപ്പോൾ ഉണ്ടാകുന്ന ചില ചെറിയ വിജയങ്ങൾ, വളരെ ഗംഭീരമായ വിജയങ്ങളിൽ ശ്രീനിവാസന്റെ കഥകൾ ഒന്നും അവസാനിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹം എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ നുറുങ്ങുകൾ ചേർത്ത് വെച്ച് നേരത്തെ പറഞ്ഞവരുടെ സൂക്ഷ്മമായി മലയാളിയുടെ ജീവിതത്തെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ രചിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം അദ്ദേഹം കൈയാടിയത് നർമ്മമാണ്. കാരണം നർമ്മം മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മലയാളികളുള്ള കാലത്തോളം മലയാളികൾ ഓർമ്മിക്കുന്ന 2 കവികളെ കുറിച്ചാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. അതൊക്കെ കുഞ്ഞൻ നമ്പ്യാരും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുമാണ്. കുഞ്ഞൻ നമ്പ്യാർ ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെയും പ്രധാനപ്പെട്ട ആയുധം നർമ്മമാണ്. ഒന്ന് ചിരിപ്പിച്ചാൽ നമുക്ക് അറിയിക്കാൻ കഴിയും, അറിയിക്കുന്നതിലൂടെ നമുക്ക് എതിർക്കാനും കഴിയും എന്ന് കുഞ്ഞൻ നമ്പ്യാർക്കും അറിയാം, ശ്രീനിവാസനും അറിയാം. മലയാള സിനിമയിലെ വളരെ തരം താഴ്ന്ന, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ അലിഞ്ഞ നർമ്മത്തിന്റെ വക്താവല്ല ശ്രീനിവാസൻ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ, ദ്വയാർത്ഥങ്ങൾ പറഞ്ഞ, അശ്ലീലം പറഞ്ഞ, ചാപ്ലിന്റെ കുറെ
കാര്യങ്ങൾ മോഷ്ടിച്ച് ടോം ആൻഡ് ജെറി, ഒരു വലിയ നർമ്മ വിദഗ്ധന്റെ മുഴുവൻ സിനിമകളും ടോം ആൻഡ് ജെറിയും ഒക്കെയാണ്. ടോം ആൻഡ് ജെറി ഓട്ടമാണ്, ഇരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടമല്ല. അതൊന്നും അല്ല ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം നർമ്മം. അത് കുഞ്ചൻ നമ്പ്യാരുടെ നർമ്മമാണ്, അല്ലെങ്കിൽ ചാമ്പിളിന്റെ നർമ്മം. അപ്പൊ അങ്ങനെ മലയാളത്തിൽ 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും അതിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്ത ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്. ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാലമായി. സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ടായിരുന്നു. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ധാരാളം ഉപയോഗിക്കാറുണ്ടായിരുന്നു. കലാകാരൻ ആരുടെ പക്ഷത്താണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും വയ്യ. കലാകാരൻ ഗവൺമെന്റിന്റെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ വലിയൊരു എഴുത്തുകാരൻ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്നോണം എല്ലാവരും. അങ്ങനെയല്ല, ഒരു വിപരീത ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് കലാകാരൻ കേൾപ്പിക്കേണ്ടത് എന്ന് നിരന്തരമായി തന്നോട് തന്നെ പറയുകയും തന്റെ രചനകളിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത് എഴുത്തുകാരനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രീനിവാസന്റെ രചനാലോകം മലയാളിയുടെ ജീവിതത്തെ അങ്ങനെ ഒപ്പിയെടുക്കുന്നു. അദ്ദേഹം വളരെ പുരോഗമനപരമായ ചിന്തകളുള്ള ഒരു മനുഷ്യനാണ്. വളരെ പുരോഗമനപരമായ ചിന്തകളുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഇന്നസെന്റ് എന്ന ക്രിസ്ത്യാനി നൽകിയ 400 രൂപയും കൊണ്ട് മമ്മൂട്ടി നൽകിയ പണം കൊണ്ട് വാങ്ങിയ താലിയും കൊണ്ട് ഞാൻ പാട്ടത്തെ രജിസ്റ്റർ ഓഫീസിൽ കല്യാണം കഴിക്കാം. എന്ത് മതം, ആരുടെ മതം എന്ന് ചോദിക്കണം. ഈ മതത്തെ കുറിച്ച് അദ്ദേഹത്തിനുള്ള ബോധം പോലെ തന്നെ ദൈവത്തെ കുറിച്ചും അദ്ദേഹം വലിയ സംഗതികളൊന്നും വെച്ച് പുലർത്തുന്നില്ല. ദൈവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ദൈവവിശ്വാസമൊന്നും എനിക്കില്ല എന്ന്. അത് തന്റേതായ നർമ്മബോധത്തോടുകൂടി പറയുകയാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ആളല്ല, ഞാൻ ദൈവവിശ്വാസിയല്ല എന്നല്ല അദ്ദേഹം പറയുക. കാരണം അദ്ദേഹം പറയുന്ന രീതിക്ക് ചില വ്യത്യസ്തതകളുണ്ട് എന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയദർശനും സത്യനന്ദിക്കാരും നമ്മൾ ചായപ്പൊടിയിൽ പോയി കഴിഞ്ഞാൽ ചായ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെന്ന് പറയുന്നത് വേണം, വേണ്ട എന്ന് പറയും. ശ്രീനിവാസൻ പറയാൻ വേണ്ടി വരും എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ ആളൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ തക്ക ദൈവങ്ങളൊന്നും എന്റെ മുന്നിൽ വന്നിട്ടില്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ തക്ക ദൈവങ്ങളൊന്നും എന്റെ മുന്നിൽ വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ജെറാൾഡ് ട്രൂൾ എന്നൊരു തത്വചിന്തകൻ പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത്. ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത്. ദൈവത്തെ പറ്റി ആൾക്കാർ ഇല്ലാത്ത മഹത്വങ്ങളെ പറഞ്ഞാൽ ദൈവത്തെ എവിടെയോ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇല്ലാത്തതാണ് ദൈവത്തിന്റെ അന്തസ്സിന് നല്ലത്. ചില നിമിത്തങ്ങൾ അത് വിധിയാണോ എന്നത് എനിക്കറിയില്ല. ദൈവത്തെ പറ്റി, ദൈവവിശ്വാസത്തെ അതിനുള്ള വളരെ നിരന്തരമായി അദ്ദേഹം പറഞ്ഞു പോകുന്ന ഒരു കാര്യം. ഇങ്ങനെ പുരോഗമന പക്ഷത്ത് നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പുരോഗമന പക്ഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ സാമ്പ്രദായികമായ സംഘടനാ പുരോഗമനമല്ല, അതിനെപ്പറ്റി, ഇന്നത്തെ രാഷ്ട്രീയത്തെ പറ്റി,
അദ്ദേഹം വളരെ നിശ്ചിതമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിശ്ചിതമായി തന്നെ അദ്ദേഹം വിമർശനം നടത്തുന്നു. വളരെ ക്രൂരമായി തന്നെ രൂക്ഷമായി തന്നെ വിമർശനം നടത്തുന്നു. അനാഥരും വിധവകളും അണികളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, നേതാക്കന്മാരുടെ വീട്ടിലില്ല. ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന നേതാവിന് ഒരു ബോറടേറ്റിട്ടുണ്ടോ? ഈ അണികൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കടിച്ചു കീറുന്നത്? ഈ ദുഷ്ടന്മാരായ നേതാക്കന്മാരെ നിലനിർത്താൻ വേണ്ടിയോ? ദയവ് ചെയ്ത് അത് ആലോചിക്കണം. അങ്ങനെ അത് ആലോചിച്ചാൽ മറ്റൊരാളെ കൊല്ലുന്ന പരിപാടിക്ക് മനുഷ്യൻ നിൽക്കില്ല. തലശ്ശേരിക്കാർക്ക് പാഠ്യത്തുകാരനായ ശ്രീനിവാസൻ പറഞ്ഞ ഈ വാചകങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ജീവിതത്തിന്റെ യൗവനകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കൊലപാതകങ്ങൾ പലപ്പോഴും വിപ്ലവമായിട്ടാണ് CPM കരുതിയത്. ഒരാളെ കൊല്ലുക എന്നത്, വർഗശത്രുവിനെ കൊല്ലുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ വലിയ ആൾക്കാരെ നിർത്താത്തതുകൊണ്ട് സാധാരണ മനുഷ്യനെ പിടിച്ച് കൊല്ലുക എന്നുള്ളത് വിപ്ലവമായിട്ടാണ്. താനൊരു വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാക്കിയിട്ടാണ് ഓരോരോ ജാമ്യരുടെയും അന്ന് യുദ്ധക്കളത്തിലേക്ക് വിട്ടിരുന്നത്. അത് തലശ്ശേരിക്കാർക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. മാനുഷിക ബോധമുള്ള, മനുഷ്യന്റെ ഭാഷയെ കുറിച്ചോ മനുഷ്യന്റെ രാഷ്ട്രീയത്തെ കുറിച്ചോ യഥാർത്ഥ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് വലിയൊരു തലമുറ ഇന്നത്തെ രാഷ്ട്രീയ വൈദ്യുതരായിട്ടുണ്ട് ഈ നാട്ടിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു തലമുറ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു വിഭാഗം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവർ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. നമ്മുടെ ജനാധിപത്യം ഭയങ്കര കള്ളത്തരമാണ് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ അതിനോട് ചേർത്ത് മറ്റൊരു വാചകം കൂടി അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു സ്വേച്ഛാധിപത്യമാണ് എന്ന് ഒരിടത്ത് പറയുന്നു. വളരെ വിജിലന്റായ, വളരെ സൂക്ഷ്മതായ, വളരെ ജാഗ്രതായ മനസ്സുള്ള ഒരു എഴുത്തുകാരുടെ വരികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, വാക്കുകളെ കുറിച്ച്. ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യം അഴിമതി നടത്തിയ ആൾക്കാരെ, പൈസ കക്കുന്ന ആൾക്കാരെ നേരിടാൻ ഒരു വഴുതും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. ഈ പ്രതിപക്ഷമോ അഭിമുഖമായി ചോദിക്കുന്നു, പ്രതിപക്ഷമോ അവർ അധികാരത്തിൽ വന്നാൽ അവരും ഇത് തന്നെ ചെയ്യും. ഇതാണ് നമ്മുടെ ജനാധിപത്യം. അപ്പോൾ താൻ ഏത് പക്ഷത്ത് എന്ന് ചോദിക്കുമ്പോൾ താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതി എന്ന് പറയുന്നത് കൊടിയുടെ താഴെ നിന്ന് സല്യൂട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഇവിടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനപക്ഷ മനസ്സാണ് ഞാൻ കാണുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായ, കുറെ കൂടി നല്ല നിലവാരമുള്ള ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനപക്ഷ മനസ്സിനെയാണ് അദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് ചിന്തകൾ പോകുന്നത്. എന്റെ ഒരു കൗതുകം പറഞ്ഞാൽ, വിജയൻ മാഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് ആദ്യം പറഞ്ഞത് എന്നുള്ള പരിശോധന എനിക്കറിയില്ല. മിക്കവാറും വിജയൻ മാഷിന്റെ പറഞ്ഞിട്ടുണ്ടാവും. അതിലൊന്നാണ്, അച്ഛനായിരുന്നു മെയിൻ ശത്രു. ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ വിജയൻ മാഷ് പറഞ്ഞത് ശത്രുക്കളില്ലാത്തവൻ ജീവിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാറ പൊട്ടിക്കുന്നത് പോലെയാണ്. ചുറ്റിയോട് ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു, ചിലപ്പോൾ 50ാമത്തെ അടി കൊണ്ടാണ് പാറ പൊട്ടുന്നത്. അപ്പോ പാറ എങ്ങനെയാ പൊട്ടിയത് എന്ന് ചോദിച്ചാൽ 50ാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയത് എന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം ഏത് പാറയും പൊട്ടി. വിജയൻ മാഷ് ഒരു മരത്തിന്റെ സന്ദർഭത്തിലാണ് പറഞ്ഞത്, അവസാനത്തെ വെട്ടിനാണ് മരം വീഴില്ല, പക്ഷേ അവസാനത്തെ വെട്ടുകൊണ്ടാണ് മരം വീണത് എന്ന് പറയാൻ പറ്റില്ല എന്ന് മറ്റൊരു അവസരത്തിൽ പറയുന്നു. വലിയ എഴുത്തുകാർ, ചലച്ചിത്രവും എഴുത്തുകാർ, വലിയ എഴുത്തുകാർ
നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കുന്ന വലിയ പ്രയോഗങ്ങൾ നൽകുന്നവരായി. ഓർമ്മിച്ചു വയ്ക്കാനുള്ള ചില പ്രയോഗങ്ങൾ നൽകുന്നവരായി. അത് പിന്നീട് പഴഞ്ചൊല്ലുകൾ പോലെ പതിഞ്ഞു പോവുകയാണെങ്കിൽ കുഞ്ഞത്തമ്പേരാന്റെ വലിയ പ്രയോഗങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദീപസ്തംഭം, ആശ്ചര്യം, എനിക്ക് കിട്ടണം പണം എന്നുള്ളത് വലിയൊരു മനോഭാവത്തിന്റെ ആവിഷ്കാരമായിട്ട് വലിയൊരു മനോഭാവത്തെ തുറന്നു കാട്ടുന്ന ഒരു അടിമ മനോഭാവത്തെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയെ തുറന്നു കാട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വളരെ ധീരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം. അല്ല പയ്യെ നിനക്ക് പക്കത്താണ് ഊണ്. താൻ ഊണ് കഴിക്കുക. പക്കം എന്ന് പറയുന്നത് ആശ്രിതർ ഊണ് കൊടുക്കുന്ന സ്ഥലത്തിനാണ്. രാജകൊട്ടാരത്തിൽ ആശ്രിതർ ഊണ് കൊടുക്കുന്ന സ്ഥലത്തിനാണ് പക്കം എന്ന് പറയുക. അവിടുത്തെ ഊണ് കഴിച്ചിട്ട് കുഞ്ഞന്മാർക്ക് വയറിളകി. പിന്നെ രാജാവ് മൊത്ത സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു പശു ഇതിനെ വയറിളകി നടക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് നമ്പ്യാർ പശുവിനോട് ചോദിച്ചത്. അല്ല പയ്യന് പക്കത്താണോ നിന്റെ വയറിന് നടയിൽ പോകുന്നത്. ഈ ഒരു ധീരതയും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മലയാള ഭാഷയെ സമ്പന്നമാക്കുന്ന, കുറെ കൂടി സമർത്ഥമാക്കുന്ന, ദൃഢമാക്കുന്ന പ്രയോഗങ്ങൾ നമുക്ക് ശ്രീനിവാസന്റെ രചനകളിൽ കാണാം. നേരത്തെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കോളണ്ടിനെ കുറിച്ച് അക്ഷരം വേണ്ടി പോകുന്നത് എന്നുള്ളത് അത്തരത്തിലുള്ള പ്രയോഗമാണ്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. കല്യാണം കഴിക്കുകയാണെങ്കിലോ ഒരു രക്തഹാരം അങ്ങോട്ട്, നീ എനിക്ക് രക്തഹാരം ഇങ്ങോട്ടും, ഇതാണ് കല്യാണം എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പഴഞ്ചൊല്ലുകൾ പോലെ ഒരു ഇതായിട്ടുണ്ട്, ഒരു രീതിയായിട്ടുണ്ട്. അയ്യോ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല, മീൻ അവിയൽ എന്തായോ എന്തോ. മീൻ അവിയൽ എന്താ? അപ്പൊ മീൻ അവിയൽ എന്നുള്ളൊരു പ്രയോഗം വേണ്ടി വന്നാൽ ഒരു കലാപം പോലും ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം, വിപ്ലവം ഞങ്ങൾക്ക് ശരിയല്ല എന്നൊക്കെയുള്ള ഈ ഗീർവാണങ്ങൾ അദ്ദേഹത്തിന്റെ കുറേയുണ്ട്. ഒരുപാടുണ്ട്. പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അദ്ദേഹത്തിന്റെ പിന്നെ രചന ലോകത്തിലുണ്ട്. ആ തരത്തിൽ മലയാളിയുടെ കഴിഞ്ഞ ഒരു 50 കൊല്ലമായി മലയാളിയുടെ ജാഗ്രതയുള്ളൊരു മനസ്സായിരുന്നു ശ്രീനിവാസന്റെ വിടവാങ്ങൽ മൂലം നമുക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായും അതൊരു ഒരു എഴുത്തുകാരൻ, ഒരു ചലച്ചിത്രകാരൻ ഇനി ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സ് ഉള്ള മനുഷ്യൻ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കുറവുകൾ സംഭവിച്ചുകൊണ്ട് മൈനസ് ഇല്ലായ്മകൾ സംഭവിച്ചുകൊണ്ട് ഒരു ജാഗ്രതയുള്ള മനുഷ്യൻ കൂടി നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് വണക്കം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.